കാസർഗോഡ് കുണ്ടംകുഴി GHSSലെ അധ്യാപകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിനിടെ വിദ്യാർത്ഥിയെ അധ്യാപകൻ അടിച്ചെന്ന് സമ്മതിച്ചതായി PTA പ്രസിഡന്റ് വ്യക്തമാക്കിയ വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു പ്രസ് മീറ്റാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് അദ്ദേഹം പറയുന്നത്. അടിച്ചത് ലക്ഷ്യം തെറ്റിയതാണെന്നാണ് ഹെഡ് മാസ്റ്റർ വിശദീകരിച്ചതെന്നും PTA പ്രസിഡന്റ് M. മാധവൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അധ്യാപകന് കർണപടം പൊട്ടുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ അടിക്കാൻ കഴിയുന്നത്? കർണപടം പൊട്ടി എന്ന് പറയുമ്പോൾ എത്ര തീവ്രമായ അടിയാണ്, എത്ര ശക്തമായാണ് അടിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കുട്ടിക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും M. മാധവൻ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് BJPയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹെഡ് മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോടും ജുവനൈൽ പോലീസ് നോഡൽ ഓഫീസറോടും അടിയന്തര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ കുട്ടിയുടെ വീട്ടിൽ കമ്മീഷൻ സന്ദർശനം നടത്തുമെന്നാണ് അറിയുന്നത്. മാധ്യമ വാർത്തകളെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. ഇതിനിടെ വിദ്യാഭ്യാസ വകുപ്പ് DDE TV മധുസൂദനൻ സ്കൂളിൽ പരിശോധനയ്ക്കെത്തിയിരുന്നു. ഇന്ന് അവധിയിലായ അധ്യാപകൻ M. അശോകന്റെ മൊഴി പിന്നീട് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് പുറത്തു വന്നിരുന്നത്. കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിക്കുന്നത് കണ്ട അനിയത്തിക്ക് മാനസിക വിഷമം മൂലം ഛർദിയും തലകറക്കവും ഉണ്ടായി എന്ന് അമ്മ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽക്കല്ല് കാല് കൊണ്ട് നീക്കിയതിനെ കുട്ടിയെ ഹെഡ് മാസ്റ്റർ ചെവിക്ക് അടിക്കുന്നത്, അതും അധ്യാപകനടുത്തേക്ക് അസംബ്ലിയിൽ വെച്ച് വിളിച്ചു ചേർത്ത് നിർത്തി. എന്തിനാണ് ഇങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറുന്നത്? ഇതൊരു കയ്യബദ്ധമല്ല, ലക്ഷ്യം തെറ്റിയത്രേ. എവിടെയാണ് അധ്യാപകന് ലക്ഷ്യം തെറ്റിയത്? അധ്യാപകന് ലക്ഷ്യം പിഴച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറുമോ? അടി കിട്ടേണ്ടത് ഇങ്ങനെയുള്ള അധ്യാപകർക്കും ഇതിനെ ന്യായീകരിക്കുന്നവർക്കുമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കുണ്ടംകുഴി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് 3 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു. ഈ 3 വർഷക്കാലവും എച്ചമായി പ്രവർത്തിച്ച അശോക് മാഷുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. മാഷെ കരിയറെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശയം ഇത് ആദ്യമായിട്ടാണ്. മാഷ ഒരു കുട്ടിയെ അസംബ്ലിയിൽ വെച്ച് അടിച്ചു എന്ന രൂപത്തിലാണ് പരാതി ഉള്ളത്. അപ്പോൾ ആ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രക്ഷിതാക്കൾ നമ്മളെ ബന്ധപ്പെട്ടു. ഇങ്ങനെ മാഷ അടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെല്ലാം ബന്ധപ്പെട്ട് കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വിഷയം കുട്ടിക്ക് അടി മാഷ് പറഞ്ഞത് ലക്ഷ്യം തെറ്റി അടി കൊണ്ടുവന്ന രൂപത്തിലാണ് മാഷെ സംസാരം. അതെ, മാഷ് അങ്ങനെ ഒരു പേശക്കായറ്റിൻ്റെ മാഷ് ആ രൂപത്തിൽ ഞങ്ങൾക്കത് ലക്ഷ്യം തെറ്റി അടി വീണതാണെന്ന രൂപത്തിൽ മാഷ് പറയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഒട്ടും അതിന് ഗൗരവത്തിൽ തന്നെ ആണ് PTA കമ്മിറ്റി അതിനെ കണ്ടത്. അപ്പോൾ ആ നിലയിൽ രക്ഷിതാക്കളുമായി സംസാരിച്ച് കുട്ടിക്ക് ചികിത്സക്കും മറ്റു കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും ചെയ്യാം എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിച്ച് പോയത്. ആ സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് ഇത്ര ഗുരുതരമായ വിഷയത്തിലല്ല, ചെറിയൊരു പ്രയാസമുണ്ട് എന്നല്ലാതെ വലിയ രൂപത്തിന് പ്രയാസമില്ല. അപ്പോൾ ആ പ്രയാസമില്ലാത്ത സാഹചര്യത്തിനകത്ത് മറ്റ് നടപടിയിലേക്കൊന്നും പോകുന്നില്ല എന്ന രൂപത്തിലാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ വന്നത്. പിന്നീടാണ് ഒരു വിഷയമായി വന്നത്. പണം വാഗ്ദാനം ചെയ്തിരുന്നു? ഇല്ല, അങ്ങനെ ഒരു 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായിട്ട് ഇല്ല. നമ്മൾ ചികിത്സക്ക് ആവശ്യമായ സഹായം ചെയ്തു തരാമെന്ന രൂപത്തിൽ PTA ഈ വിഷയം നമ്മൾ സംസാരിച്ചു. കാര്യങ്ങൾ സെറ്റിൽമെൻ്റായി. അവർക്കും രക്ഷിതാക്കൾക്കും വലിയ പരാതിയില്ല. കാരണം കുട്ടി പിറ്റേ ദിവസം സ്കൂളിൽ വന്നിട്ടുണ്ട്. ഈ അടി കൊണ്ടുവന്ന് നടന്ന് പിറ്റേ ദിവസം സ്കൂളിൽ കുട്ടികൾ വന്നു. പിന്നീടാണ് കുട്ടിക്ക് ചെറിയൊരു പ്രയാസം വരുന്നത്. ആ സമയത്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് PTA ഇടപെട്ടാണോ പണം ചികിത്സാ സഹായം നൽകുന്നത്? PTA ഇടപെട്ടല്ല. നമ്മൾ രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ PTA പ്രസിഡന്റ് എന്ന രൂപത്തിലും അധ്യാപകരും കുട്ടിയെ കാണാൻ വേണ്ടി പോയി. കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ കുട്ടിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ നിലയിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാമെന്ന രൂപത്തിൽ പറഞ്ഞതാണ്. കുടുംബം വേണ്ടെന്ന് പറഞ്ഞു. കുടുംബം ആ സമയത്ത് അത് ഓക്കെ എന്ന് പറഞ്ഞതാണ്.
അത് നമ്മളൊരു മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നെ അസംബ്ലി സമയത്ത് ഇവിടെ സ്കൂളിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പിന്നെ ആ സമയത്ത് ബന്ധപ്പെട്ട അസംബ്ലി വിളിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ JCB എടുത്ത് കുഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു കുട്ടിയും പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് അസംബ്ലി വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ ആരോഗ്യമുള്ള കുട്ടിയല്ല, അല്പം ക്ഷീണിച്ച കുട്ടിയാണ്. അപ്പോൾ ഈ അസംബ്ലി ഏറ്റവും മുമ്പിലാണ് ഈ കുട്ടി നിൽക്കുന്നത്, ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട്. അപ്പോൾ പല പ്രാവശ്യം HM നിർദ്ദേശം കൊടുക്കുമ്പോഴും കുട്ടി ശ്രദ്ധിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുട്ടിയെ മാഷ് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് മാഷ് കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കില്ല. മാഷ ഭാഗത്തൊരു പെശക് പറ്റിയെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കുണ്ട്. അതിനുശേഷം പുറത്ത് വന്നിട്ടേ പോലീസുകാർ ചോദിച്ച സമയത്ത് ഇങ്ങനെയല്ല, കുട്ടി തലകറങ്ങി വീണതാണ് എന്ന് പറഞ്ഞു എന്ന് കുട്ടി പറഞ്ഞു. അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇങ്ങനെ അന്ന് പിന്നെ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സ്കൂളുണ്ടായിരുന്നുള്ളൂ. കാരണം KSU പിന്നെ അന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കുട്ടീനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്.